മലപ്പുറം അരീക്കോട് സായുധ ക്യാമ്പിൽ ഒരു കമാൻഡോ ശുചിമുറിയിൽ വെടിയേറ്റ് മരിച്ചിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ക്യാമ്പിലെ ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് സൂചന. വയനാട് കൽപ്പറ്റ സ്വദേശിയായ ഹവീൽദാർ വിനീത് ആണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ തുടർ നടപടികൾ പൂർത്തിയാക്കി വിനീതിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നേരത്തെ അരീക്കോട് ക്യാമ്പിലെ ഒരു കമാൻഡോ ജോലി സമ്മർദ്ദം കാരണം ക്യാമ്പ് വിട്ടു പോവുകയും മറ്റൊരു വനിതാ കമാൻഡോ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ അരീക്കോട് നിന്നും നമുക്കൊപ്പം ചേരും. ദീപക് മോഹൻ വിനീതിന്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരും. ആദ്യം ഞാൻ മുബഷീറിലേക്ക് പോകുന്നു. മുബഷീർ, നമസ്കാരം. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ കമാൻഡോ ഓഫീസിൽ നിന്ന് വന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ക്യാമ്പിൽ വലിയ രീതിയിൽ അരീക്കോട് ക്യാമ്പിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് കമാൻഡോകൾക്കെന്നാണ്. പൊതുവേ കമാൻഡോകൾക്കും ഇത്തരം റാപ്പിഡ് ആക്ഷനിൽ പങ്കെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ പരിശീലന കാലം വളരെ കഠിനമായിരിക്കും. പരിശീലന കാലം കഴിഞ്ഞും വലിയ രീതിയിലുള്ള പീഡനവും സമ്മർദ്ദവും ഈ കമാൻഡോകൾ അനുഭവിച്ചിരുന്നു എന്നാണോ നമ്മൾ ക്യാമ്പുമായി ബന്ധപ്പെടുമ്പോൾ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്? എപ്പോഴായിരുന്നു ഈ മരണം? നേരത്തെ ലീവിൽ അപേക്ഷിച്ചിരുന്നു എന്ന് കേൾക്കുന്നു. അതെന്ത് കാരണത്താലാണ് നിഷേധിച്ചത്? അതിൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? മുബഷീർ പി അക്ബർ. അരുൺകുമാർ, അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ അരീക്കോടുള്ള SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് പോലീസിന്റെ സായുധ സംഘത്തിന്റെ ക്യാമ്പിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായി അതൊന്നും തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു വെടിവെച്ചൊരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ശുചിമുറിയിൽ വെച്ചാണ് ഹവിൽദാറായിട്ടുള്ള വിനീതിനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. പോലീസുകാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി 8:50 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശുചിമുറിയിൽ പ്രവേശിച്ച അദ്ദേഹം കഴുത്തിനു താഴെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്തു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആ ഒരു സമയത്ത് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്, ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉടനെ തന്നെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേലുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നിലവിൽ ഞാൻ നിൽക്കുന്നത് അരീക്കോട്ടെ മദർ ആശുപത്രിയിലാണ്. ഇവിടെയാണ് വിനീതിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. അരീക്കോട് പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഈ ഒരു മേഖലയിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ പൂർത്തിയാകാനുള്ളത്. ഒരു മേലുദ്യോഗസ്ഥന്റെ DYSP റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാകുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരീക്കോട് SOG ക്യാമ്പിൽ അദ്ദേഹം 2011 ജോയിൻ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 2011 തന്നെയാണ് അദ്ദേഹം സർവീസിലും ചേരുന്നത്. അതിന് മാസങ്ങൾക്കിപ്പുറം അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങൾ അത്രത്തോളം SOG ക്യാമ്പിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചു വരുന്നത്. ഇനിയൊരു സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദവും അതോടൊപ്പം തന്നെ ഇദ്ദേഹം അപേക്ഷിച്ചിരുന്ന ലീവ് ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പുറത്ത് വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോപണം. ആ നിലയിൽ തന്നെ ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നില്ല. ഔദ്യോഗിക വൃത്തങ്ങളൊന്നും തന്നെ SPയുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണാം, ആ ഒരു സമയത്ത് വ്യക്തമാക്കാം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അത്തരത്തിലുള്ള ജോലി സമ്മർദ്ദങ്ങളൊന്നും തന്നെ SOG ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. ഒരു കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പോലീസിന്റെ സംഘമാണ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്. കരുളായിൽ നേരത്തെ മാവോയിസ്റ്റ് വേട്ടയാണെങ്കിലും കഴിഞ്ഞ മാസം വയനാട് സംഭവിച്ച മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിലൊക്കെ തന്നെ അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്. അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന പോലീസിലെ തന്നെ സായുധ സംഘമാണിതെന്ന് നമുക്കറിയാം. അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പരിശീലനങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള സർവീസിലേക്ക് ഇറങ്ങുന്ന പോലീസുകാർക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ നിരവധിയുണ്ട് എന്നുള്ളതാണ് അവിടെ നിലനിൽക്കുന്ന ആരോപണം. എന്തായാലും ആ ആരോപണങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ വിനീതിന്റെ മരണവും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അവധിക്ക് അപേക്ഷിച്ചിരുന്ന ആ ഒരു അവധി നൽകാത്തതിൽ മനോവിഷമത്തിൽ സ്വയം വെടിയുതിർത്ത് മരിച്ചു എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. സൂചനകളും അത്തരത്തിലുള്ളത് തന്നെയാണ്. സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റു ചില വാർത്തകൾ കൂടി ഉണ്ടായിരുന്നല്ലോ. മറ്റൊരു വനിതാ കമാൻഡോ ഇതേ ക്യാമ്പിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നൊരു വാർത്തയും വന്നിരുന്നു. ഒപ്പം തന്നെ വേറൊരു കമാൻഡോ ഈ ജോലി സമ്മർദ്ദം കാരണം ക്യാമ്പ് വിട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ ഗ്രൂപ്പുകാർക്ക് അത്ര വലിയ തിരക്കുണ്ടോ നമുക്കറിയില്ല. ഇവർക്ക് ജോലി വലിയ സമ്മർദ്ദമുണ്ടാകാനും ലീവ് നിഷേധിക്കാനും ഒക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാര്യം പരിശീലന കാലാവധി കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി എല്ലാ ഓപ്പറേഷൻസും നടത്തുന്നവരെ പോലെ തന്നെ ജോലിക്ക് അർഹതയുണ്ടല്ലോ മുബഷീർ. തീർച്ചയായും അവരുടെ സർക്കിൾ അനുസരിച്ചുള്ള അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള അവധിക്ക് അവർക്ക് അർഹതയുണ്ട്, അതിന് അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പല ഘട്ടങ്ങളിലും അത് ലഭിക്കാറില്ല എന്നുള്ളതാണ് അവിടെ നിലനിൽക്കുന്ന ഒരു ആരോപണം.
അവിടെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരായൊക്കെ തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. അവരും സമാനമായ അഭിപ്രായം നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളത്. അത് ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി അവിടെ ചില ആളുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പീഡനം അവിടെ ഉണ്ടായിരുന്ന കമാൻഡോകൾക്ക്, ഇത്തരത്തിലുള്ള ഹവിൽദാറുകൾക്ക്, പോലീസുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ SOG ഗ്രൂപ്പിന്റെ ഒരു സ്വഭാവമാണ്, അത് പ്രവർത്തന രീതിയാണ് അത്തരത്തിൽ അതീവ രഹസ്യമായി പ്രവർത്തിക്കുക എന്നുള്ളത്. വീട്ടിലിപ്പോ നമ്മുടെ പ്രതിനിധിയുണ്ട് ദീപക് മോഹൻ. ഈ പറയുന്ന മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ലീവ് യഥാർത്ഥത്തിൽ വളരെ എമർജൻസിക്ക് ആവശ്യപ്പെട്ടതാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് അന്വേഷിച്ചു വരാം.